മഹാനായ ഇബ്നു അതാ റളിയല്ലാഹു തആല തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ശിഷ്യന്മാരെ, ഈ ദുനിയാവിലെ ഏറ്റവും ക്രൂരരായ ആളുകൾ ആരാന്നറിയുമോ? ദുനിയാവിലെ ഏറ്റവും മോശം ജനങ്ങൾ ആരാന്നറിയുമോ? ഇബ്നു അതാ തങ്ങളെ ശിഷ്യന്മാര് പലതും പറഞ്ഞു. അവസാനം ഉസ്താദ് പറയാണ്, ആരാണ് ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്നറിയുമോ? മാതാപിതാക്കളെ കരയിപ്പിച്ചവരാണ്. മക്കള് ഇടങ്ങാറാക്കിയാൽ വീട്ടിൽ കുടുംബജീവിതം, മക്കളോടൊപ്പമുള്ള ജീവിതം രസം ഉണ്ടാകൂല. ഏറ്റവും മോശപ്പെട്ട ആളുകൾ വാപ്പനെയും ഉമ്മനെയും കരയിപ്പിച്ചവരാണ്. മാതാപിതാക്കളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് മക്കൾ ഹറാമിലേക്ക് പോകുന്നത് എന്ന് മഹാനായ ഇബ്നു അതാ റളിയല്ലാഹു അൻഹു. അപ്പൊ ആരാണ് ഏറ്റവും നല്ല മക്കൾ? മാതാപിതാക്കളോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്ന ആളുകളാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, യാ റസൂലല്ലാഹ്, സമ്പത്ത് വർദ്ധിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ്, നബി തങ്ങൾ മറുപടി പറഞ്ഞു, നീ നിന്റെ ഉമ്മാക്ക് സമാധാനം നൽകണേ, വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യണേ. ഒരു കുട്ടി നബി തങ്ങൾ അടുത്ത് വന്ന് പറയാൻ, സമ്പന്നരാകാ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. ഭാവിയിൽ പൈസക്കാരനാകണോ? വാപ്പക്ക് ഉമ്മക്ക് ഖിദ്മ ചെയ്യലാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ജീവിതത്തില് ദാരിദ്ര്യം വരാനുള്ള കാരണങ്ങളൊന്ന് പഠിപ്പിക്കുമോ? ജീവിതത്തിൽ ദാരിദ്ര്യം വരാനുള്ള കാരണങ്ങൾ നബിയേ ഒന്ന് പറയുമോ നബിയേ? എന്നും ദരിദ്രാവസ്ഥയാണ്. ആ ദാരിദ്ര്യം നീങ്ങാൻ എന്തുകൊണ്ടാ ദാരിദ്ര്യം വരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് പറയാണ്, ദാരിദ്ര്യം വരാനുള്ള 3 കാരണങ്ങളിൽ ഒന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരാണ്. ചെറുപ്പക്കാർ, നിങ്ങൾ കാരണം നിങ്ങളുടെ ഉമ്മ ഉപ്പ കരഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് സമ്പത്ത് അല്ലാഹു തരൂല, സ്ഥിരത തരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ഉമ്മയും ഉപ്പയും ഞാൻ കാരണം കരയുന്ന അവസ്ഥ ഉണ്ടാകരുത്. വയസ്സായ വാപ്പയും ഉമ്മയും ഏറ്റവും കൂടുതൽ കരയുക മക്കൾ തെറ്റിലേക്ക് പോകുമ്പോഴാണ്. ചെറുപ്പക്കാര് നെഞ്ചു വിടർത്തി കേൾക്കുക, അല്ലാഹുവേ, ഹറാമിലേക്ക് ലഹരിയിലേക്ക് ഞാൻ അതപ്പതിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പയാണ്. പ്രായമുള്ള മാതാപിതാക്കള് ഞാൻ കാരണം കരയേണ്ടി വന്ന എന്റെ ദുനിയാവ് അല്ലാഹു എടുത്തു കളയുമല്ലോ. അത് മാത്രം ആലോചിച്ചാൽ മതി. സ്വയം നശിക്കും, നല്ലൊരു ദാമ്പത്യ ജീവിതം ഭാവി കിട്ടൂല, ആളുകൾക്കിടയിൽ വാല്യൂ നഷ്ടപ്പെടും, പണം നഷ്ടപ്പെടും, സ്വബോധം നഷ്ടപ്പെടും, ബുദ്ധി പോകും, റീപ്രൊഡക്റ്റീവ് മെന്റാലിറ്റി, അതിനുള്ള അവന്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും. ഭാവിയിൽ ഒരു കല്യാണം കഴിച്ച് സുഗമമായി ജീവിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവൂല. സമൂഹത്തിന് മുഴുവൻ നാണക്കേട്, വീട്ടിലെന്നും ഉമ്മാക്കുപ്പാക്കും ഇടങ്ങാറ്. സുബ്ഹാനല്ലാഹ്, ഹറാമ് ആരെങ്കിലും കയ്യിലേക്ക് വെച്ച് തന്ന ആ
ആദ്യം നിങ്ങളുടെ ഉമ്മാന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. എന്റെ ഉമ്മയല്ലയോ കരയുന്നത്, എന്റെ വാപ്പയല്ലയോ കരയുന്നത്. ചെറുപ്രായത്തില് എനിക്കൊരു പനി വന്നപ്പോ ഉച്ചയാകുമ്പോഴേക്ക് ഉമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ഉമ്മാക്ക് പനി വന്നത് ഞാൻ അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉമ്മ പറഞ്ഞത്, മോനെ എനിക്ക് 2 ദിവസമായി 3 ദിവസമായി പനിയാണ്. ഉമ്മ ഹോസ്പിറ്റലിൽ പോയില്ല, നാടൻ ചികിത്സ ചെയ്ത് വീട്ടിൽ നിന്ന്. വീട്ടിലെ മകന് പനിയായപ്പോ ഉപ്പ വിളിച്ചു പറയാണ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം. ഉമ്മ നേരെ എടുത്ത് ഓട്ടോ പിടിച്ചോ ബസ് പിടിച്ചോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉച്ചയാകുമ്പോഴേക്ക് മകനൊരു ജലദോഷപ്പനി വന്നപ്പോ ഉമ്മാക്കും ഉപ്പാക്കും സഹിച്ചില്ല. വാപ്പക്കും ധാരാളം രോഗം വരാറുണ്ട്, നമ്മൾ അറിയാറില്ല. അങ്ങനെ സ്നേഹിച്ചു വളർത്തിയ വാപ്പയല്ലയോ, അങ്ങനെ സ്നേഹിച്ചു വളർത്തിയ ഉമ്മയല്ലയോ. ആ ഉമ്മ നമ്മൾ കാരണം കരയുന്ന ഒരവസ്ഥ വന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തർത്ഥമുള്ളത്? ലോകത്ത് നമ്മൾ കാരണം ഏറ്റവും സന്തോഷം കൊടുക്കേണ്ടത് ആർക്കാണ് നബിയേ? യാ റസൂലല്ലാഹ്, ഏറ്റവും സമാധാനം ആർക്കാണ് കൊടുക്കേണ്ടതെന്നറിയോ? വിശുദ്ധമായ ഖുർആനല്ലയോ പറയുന്നത്, റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽവാലിദൈനി ഇഹ്സാനാ. സൂറത്തുൽ ഇസ്രാഇന്റെ വചനമാണ് ഈ പറയുന്നത്. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്, അവരോട് മ്ലേച്ഛമായ എന്ന വർത്താനങ്ങൾ പറയരുതേ. വബിൽ വാലിദൈൻ ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണേ. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് അവർക്കാണ് വിശുദ്ധ ഖുർആൻ. ആ വാപ്പയമ്മയും നമ്മളോർത്ത് കരയേണ്ട ഗതികേട്. വാപ്പാക്കും ഉമ്മാക്കും 10,000 കൊടുത്തില്ലെങ്കിലും ദുനിയാവിന്റെ വിഷയമാണ്, അവര് സഹിക്കും. ദുനിയാവിലെ റിസ്കിന്റെ സബബ് അല്ല ഏറ്റെടുത്തതാണ്. വയസ്സാം കാലത്ത് മക്കളെ തിന്നാൻ കൊടുക്കാൻ മക്കളുടെ വിഷയമല്ല, മാതാപിതാക്കളുടെ വിഷയമല്ല, നാട്ടുകാരുടെ വിഷയം, എല്ലാവരുടെ വിഷയവും റിസ്ക് അല്ല ഏറ്റെടുത്ത വിഷയമാണ്. ബേജാറില്ല, 5,000 ഉമ്മാക്ക് കൊടുത്തില്ലെങ്കിലും ഉമ്മാക്ക് അത് സഹിക്കാൻ പറ്റും. എന്നാ 49 കഴിഞ്ഞ 50 കഴിഞ്ഞ വാപ്പയും ഉമ്മയും അങ്ങാടിക്ക് വരുമ്പോ കേൾക്കുന്നത്, നിങ്ങളുടെ മകനല്ലയോ ലഹരിക്കടിമപ്പെട്ടു പോയത്. അതിലും വലിയ വേദന ഉണ്ടോ? അതിലും വലിയ വേദന വാപ്പാന്റെയും ഉമ്മാന്റെയും കുടുംബ ജീവിതം കൊണ്ട് തകർന്നു പോവാണ്. ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ല, കുടുംബം, ഭാര്യ ഭർത്താവ് മക്കൾ. മക്കളാണ് സമാധാനം കൊടുക്കേണ്ടത്. ഒരു പരിധി വിട്ടാൽ പിന്നീട് വാപ്പയും ഉമ്മയും ഏറ്റവും സമാധാനം ആഗ്രഹിക്കുന്നത് മക്കളിൽ നിന്നാണ്. കുടുംബത്തിന്റെ പാറ്റേൺ അങ്ങനെയാണ് അല്ലാഹു ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും ഏറ്റവും മനോഹരമായ ജീവിതമായിരിക്കും. മക്കളായാൽ പിന്നെ 2 പേരുടെയും ഏറ്റവും വലിയ സംഭവം മക്കളുടെ വിഷയമായിരിക്കും. അല്ലെ, പ്രായമുള്ള സമയത്തൊക്കെ മക്കൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉമ്മ മക്കളെ വാത്തിക്കും, അല്ലേ? മക്കളുടെ കൂടെ നിൽക്കും പല ഉമ്മമാരും. അപ്പൊ അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളാണ്. ആ മക്കള് സന്തോഷം കൊടുത്തില്ലെങ്കിൽ വയസ്സായ വാപ്പക്കുമ്മക്കും ആരാ സമാധാനം കൊടുക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട 8ൽ പഠിക്കുന്നവർ, 9th പഠിക്കുന്നവർ, 12th പഠിക്കുന്നവർ, നിങ്ങളുടെ കയ്യിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും വെച്ച് തന്നാൽ വേണ്ട. ആ സമയത്ത് പുഞ്ചിരിക്കുന്ന, കണ്ണുനീരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന നിങ്ങളുടെ ഉമ്മാനെ ഊറ്റുവട്ടം ഓർത്താൽ മതി. വിട്ട വണ്ടി എന്ന് പറയാൻ പറ്റണം, വേറെ ഒരു മാർഗം മുമ്പിലില്ല. ഒരു നിമിഷത്തെ സുഖം അതനുഭവിച്ച ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ലഹരിക്കടിച്ചായ കുറച്ചു പേർക്ക് കൗൺസിലിംഗ് ചെയ്തിരുന്നു. അനുഭവങ്ങൾ ചോദിച്ചു.
ഞാൻ അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞു, കുട്ടികളിൽ 98% ഒരുത്തനോ രണ്ടുപേരറ്റം കരഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും കരയാൻ. മോനെ, നീ ഈ പെട്ടുപോയത് കൊണ്ട് നിന്റെ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടുണ്ട്. ആ മാതാവിന്റെ മനസ്സിന്റെ വേദന അത് മാത്രം ആലോചിച്ചു, ബാക്കി പിന്നീട് അവരൊക്കെ കരയാൻ. പറ്റുന്നില്ല ഉസ്താദെ, മാറാൻ പറ്റുന്നില്ല, മാറണമെന്നുണ്ട്, പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു മഹാദുരന്തം, അതിലേക്ക് പൊന്നു സുഹൃത്തുക്കൾ പെട്ടുപോകരുത്. പിന്നെ വേറൊന്നും കാര്യമില്ല, നല്ലൊരു ജീവിതം പിന്നെ ഉണ്ടാകൂല. നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സാധനമാണ്. മദ്രസ പോയിട്ടും കാര്യമില്ല, ദർസി പോയിട്ടും കാര്യമില്ല, ഒന്നുകൊണ്ടും തലമുറ നശിക്കുന്ന ഒരു വിഷയമാണ്. കല്യാണം കഴിച്ച് മര്യാദക്ക് ജീവിക്കാൻ പറ്റൂല, അതിനുള്ള ശാരീരിക അവസ്ഥ ഉണ്ടാവൂല, അതിനിടയ്ക്ക് ലഹരി കാർന്നു തിന്നു പോകും. ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അത് നടക്കണമെങ്കിൽ ശാരീരികമായ താക്കത്ത് വേണമെന്നാണ്. അതിനുള്ള കപ്പാസിറ്റിയും നഷ്ടപ്പെടും ഇതിന് അഡിക്റ്റായി പോയാൽ. അതുകൊണ്ട് വിഷയം ഗൗരവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഈ വിഷയം സംസാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒറ്റ കാര്യം മാത്രം, ഞാൻ ഇത് ചെയ്താൽ പാവപ്പെട്ട എന്റെ ഉമ്മയാണ് കരയേണ്ടി വരുന്നത്, അത് മാത്രം ആലോചിച്ചാൽ മതി. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, മാതാപിതാക്കളോട് ഏത് കടമകളാണ് മക്കൾക്കുള്ളത്? മാതാപിതാക്കളോടുള്ള കടമകൾ ഏതാണ് നബിയേ? ഏതൊക്കെ കടമകളാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ളത്? ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പ്രധാനമായും 3 വിഷയമാണ്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 വിഷയമാണ്. അതിലൊന്ന് മാതാപിതാക്കളെ കരയിപ്പിക്കാതിരിക്കലാണ്. രണ്ടാമത്തത് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്. മൂന്നാമത്തതോ പ്രായമാകുമ്പോ അവർക്ക് ഖിദ്മത്ത് ചെയ്യലാ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഷയങ്ങൾ. ഒന്ന്, അവരെ എടങ്ങേറാക്കരുത്, കരയിപ്പിക്കരുത്. കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിലേക്ക് പോയാൽ ഉമ്മയും വാപ്പയും കരയും. നമ്മുടെ ആഖിറം, ദുനിയാവ് എന്തായാലും പോയി, നമ്മുടെ ആഖിറം നഷ്ടപ്പെടും. രണ്ടാമത്തത്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ചെറുപ്പത്തിൽ ഞങ്ങളോട് കരുണ കാണിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരോട് നീ കാരുണ്യം കാണിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യണമെന്നതാണ്. മൂന്നാമത്തത്, മാതാപിതാക്കൾക്ക് വയസ്സാകുമ്പോ, പ്രായമാകുമ്പോ നിങ്ങൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റജുലുൻ യാ റസൂലല്ലാഹ് മൻ അഹബ്ബുൻ നാസി ബിഹുസ്നി സ്വഹാബതി. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഏറ്റവും നല്ല സ്വഭാവം, പെരുമാറ്റം അതാരോടാണ് നബിയേ? അതർഹിക്കുന്നതാരാണ്? ഭൂമിയിൽ ഞാൻ ഏറ്റവും നല്ല പോലെ ആരോടാ പെരുമാറേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ഉമ്മാനോടാണ്. പിന്നെയോ നിന്റെ ഉമ്മയോടാണ്. പിന്നെ അബൂക, നിന്റെ പിതാവിനോടാണ്. വാപ്പാനോടും ഉമ്മാനോടുമാണ് നമ്മൾ ഏറ്റവും നല്ലപോലെ പെരുമാറുന്നത്. നമ്മുടെ സുഹൃത്തുക്കളോട് പെരുമാറാറുണ്ട്. ക്യാഷ് എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അവരോട് പെരുമാറാറുണ്ട്. നമ്മുടെ വാപ്പനോട് ഉമ്മനോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താണ്? ഇമ്പമുള്ള കുടുംബ ജീവിതമാണ് പറയുന്നത്. ഇതിന്റെ തുടക്കം മക്കളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ്.
മക്കള് സമാധാനം കൊടുത്തില്ല, പിന്നെ കുടുംബത്തിൽ ഒരു ഇമ്പം ഉണ്ടാവില്ല. കെട്ടിയോളോട് നല്ല രീതിയിലാണ്, പക്ഷെ മോനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ തുടക്കം ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അബീ ഉമാമത റളിയല്ലാഹു അൻഹു ഇമാം ഇബ്നു മാജ തങ്ങൾ കൊണ്ടുവന്നത് അന്ന റജുല ഖാല യാ റസൂലല്ലാഹ്, അന്ന റജുലൻ ഒരാൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ, മാ ഹഖ്ഖുൽ വാലിദൈൻ അലാ വലദിഹിമാ, നബിയേ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട കടപ്പാടുകളും കടമകളും ഏതൊക്കെയാ? നബി തങ്ങൾ പറഞ്ഞു, ഹുമാ ജന്നതുക വനാറുക. നബിയേ അവര് നിന്റെ സ്വർഗമാ. ആ സ്വഹാബി വര്യരോട് നബി തങ്ങൾ പറഞ്ഞത്, വാപ്പയും ഉമ്മയും നിന്റെ സ്വർഗമാണ്, വനാറുക അവര് നിന്റെ നരകമാണ്. ഇമാം ഇബ്നു മാജ തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. മാതാപിതാക്കളെ കരയിപ്പിച്ച നിനക്ക് നരകമാ, മാതാപിതാക്കൾ നിങ്ങൾ കാരണം സന്തോഷിച്ച നിങ്ങൾക്ക് സ്വർഗമാ. അപ്പോ സ്വർഗവും നരകവും വാപ്പയമ്മയാണ്. നമ്മൾ കാരണം വാപ്പയമ്മയും കരഞ്ഞു, അതെന്തിന്റെ പേരിലും നരകാണ്. പിന്നെ ചെയ്ത അമലൊക്കെ വെള്ളത്തില് എന്നാണ് മലയാളം. പിന്നെ ചെയ്ത അമലൊക്കെ എന്തായി പോയി? അതൊക്കെ പോയി, വെള്ളത്തിൽ പോയി. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഖൽതുൽ ജന്ന ഫസമഅതു ഫീഹാ ഖിറാഅ. ഞാൻ സ്വർഗത്തിൽ കടന്നപ്പോ അവിടെ ഒരാള് മനോഹരമായി ഖുർആൻ ഓതുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, നബിയേ മൻ ഹാദാ, ആരാണ് നബിയേ? പരിശുദ്ധമായ പടച്ചവന്റെ സ്വർഗത്തില് ആരാണ് ഖുർആൻ ഓതുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ അതാരാന്നറിയുമോ? ആയിഷ ഹാരിസത്തുൻ നുഅ്മാൻ, ഹാരിസത്തു ഇബ്നു നുഅ്മാൻ. അത് ഹാരിസത്തു ഇബ്നു നുഅ്മാൻ, അവരാണ് ആയിഷ. ഞാൻ സ്വർഗത്തിൽ പോയി നോക്കുമ്പോ ഒരാള് ഖുർആൻ ഓതാണ്. അതാരാണ്? അത് ഹാരിസ തങ്ങളാണ്. ഫഖാല റസൂലുള്ളാഹ്, എന്തുകൊണ്ടാണ് ഹാരിസ തങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിൽ പോയത്? കദാലികുമുൽ ബിർറു, കദാലികുമുൽ ബിർറു, അതാണ് നന്മ, ഹാരിസ ചെയ്തതാണ് നന്മ. ഏറ്റവും വലിയൊരു നന്മ ഹാരിസത്തു ഇബ്നു നുഅ്മാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂപ്പര് സ്വർഗത്ത് നേരത്തെ പോയി ഖുർആൻ ഓതാണ്. സ്വർഗത്തുനിന്ന് യാ റസൂലല്ലാഹ്, നബിയേ ഏതു നന്മയാണു നബിയേ, ഏതു നന്മയാണു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വകാന അബറന്നാസി ബി ഉമ്മിഹി. ഹാരിസ തങ്ങൾ തന്റെ ഉമ്മാക്ക് ഏറ്റവും സേവനം ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന മനുഷ്യനാണ്. ഉമ്മാക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ആളാണ് മഹാനായ ഹാരിസത്തു ഇബ്നു നുഅ്മാൻ. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് വാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ചോളി.
ചാൻസ് കിട്ടുമ്പോ ഇടങ്ങേറാക്കണ്ട. എങ്ങനെ ഉസ്താദിനെ സന്തോഷിപ്പിക്കാം? എങ്ങനെയാണ് ഞാൻ എന്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത്? മനുഷ്യന്മാരാണ് വാപ്പയും അവർക്ക് ഹാപ്പി ഉണ്ടാകുന്ന ഒക്കെ ചെയ്യാം. അതെന്നാണ് ഉത്തരം. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും അവരാഗ്രഹിക്കൂല. വാപ്പ വയസ്സായ വാപ്പ പുറത്ത് എല്ലാരോടായി പറയുന്നത്, എനിക്ക് 40 ആയില്ലേ, എനിക്കും മക്കളായി. നമ്മൾക്ക് മക്കളായ നമ്മുടെ വാപ്പ തന്നെയാണ്. നമുക്ക് മക്കളും മക്കളായി. എന്നിട്ടും വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വർഗം കിട്ടാൻ ഏറ്റവും നല്ല സമയം അതാണെന്ന് മുത്തുനബി സഹാബാ റഹിമൗഫു. ചില വിഭാഗം ആളുകൾ നശിച്ചു പോകട്ടെ, ചിലർക്ക് നാശം ആരാന്നറിയോ? വയസ്സായ വാപ്പയും ഉമ്മയും കൂടെ ജീവിച്ചിട്ടും സ്വർഗം മേടിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് നാശമെന്ന് പറഞ്ഞാൽ വാപ്പാക്കുമാക്കും വയസ്സായി ആ നേരത്താണ് സ്വർഗം നേടാൻ ഏറ്റവും എളുപ്പം. എങ്ങനെ? വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യലാണ്. എനിക്ക് 50 എന്റെ വാപ്പാക്ക് 85. എനിക്ക് മോനും മോന്റെ മോനുമായി, മോളും മോളും ഒരു കുഴപ്പമില്ല. നമ്മുടെ വാപ്പ നമ്മുടെ വാപ്പയാ. അവരെന്താണോ സന്തോഷം അത് ചെയ്തു കൊടുക്കുക. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആശ്വാസ വാക്കുകളാണ് മനുഷ്യൻ. ഉമ്മാനോടെ കിടക്ക്. പ്രായമുള്ള ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം ദുനിയാവത്ത്. അവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലേ, പിന്നെ എവിടുന്നാണ് അവരൊക്കെ കിട്ടുന്നത്? നമുക്ക് പരലോകത്ത് മൃഗത്തിലെത്തിയാൽ ഭാഗ്യമുണ്ടായി കാണാൻ പറ്റും. അതുകൊണ്ട് വീട്ടിൽ പ്രായമുള്ള ഉമ്മയൊക്കെ ഉണ്ട്, ഇടക്ക് ഉള്ള തിരക്കും ഫോണൊക്കെ ഒന്ന് മാറ്റി ഓരെടുത്ത് പോയിരിക്കും. വയസ്സായ ഉമ്മമാരൊക്കെ തമാശ മണ്ടത്തരങ്ങളായിരിക്കും പറയുന്നത്. അതൊക്കെ എന്ത് രസാണത്! ലോക പൊട്ടത്തര. ആ പൊട്ടത്തരത്തിനൊരു മധുരമുണ്ട്. അതിങ്ങനെ കേട്ടിരിക്കുക. എന്നിട്ട് ഉമ്മാനെ ഇങ്ങനെ അല്ലെ, പ്രായമുള്ള ഉമ്മമാരൊക്കെയാണ് അവരെങ്ങനെ പൊക്കിയടിക്കുക. അതൊക്കെ വളരെ കൂലി കിട്ടുന്ന കാര്യമാണ്. പൊക്കിയടിക്കാൻ പറ്റുമോ? ഉമ്മ നിങ്ങളെ കാണാൻ എന്ത് രസമാണ്, മാഷാ അല്ലാ, നിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തല്ലോ, നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക്. അങ്ങനെ ഉമ്മമാരെ മനസ്സിൽ പ്രായമുള്ള മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വർണ്ണം, എന്തിനാപ്പ വയസ്സെത്തിക്ക് സ്വർണ്ണം എന്ന് വിചാരിക്കേണ്ട. അവർക്ക് സ്വർണ്ണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മോതിരം അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത കൂലിയാണ്. അത് കാരണം സന്തോഷിക്കുന്നത് ഉമ്മയാണ്, വല്യമ്മയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയുമാണ്. വയസ്സാവാനുള്ളതാണ് നമ്മളും. അന്ന് നമ്മൾക്ക് മനസ്സിലാകും ഇതിന്റെയൊക്കെ വേദന. നമ്മുടെ മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് സ്വർഗം മേടിക്കാൻ ഏറ്റവും നല്ല പണി വയസ്സായ മനുഷ്യന്മാർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കുക. ജോലിയൊക്കെ കഴിഞ്ഞ് 50 വയസ്സായ വാപ്പ വീട്ടിൽ വരുമ്പോ മക്കളെ കാലുമ്മ കാല് കയറ്റി വെച്ച് സോഫയിൽ ഇരുന്ന് ഫോൺ നോക്കല്ലേ. വാപ്പാനെ കണ്ട എഴുന്നേൽക്കണം. മൊയിലാറ് വരുമ്പോ എഴുന്നേൽക്കും. മുസ്ലിയാരെ കൈയ്യടിക്കും വെക്കും, കെട്ടിപ്പിടിക്കും, മുത്തം വെക്കും. നാളെ ആഖിറത്തിൽ സ്വർഗം വാപ്പയിമ്മയാണ്, ദുനിയാവിലെ സ്വർഗം വാപ്പയിമ്മയാണ്. നമ്മൾ ഇന്നേ വരെ വാപ്പാനെ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ? ഓരോരുത്തർ ആലോചിക്കും. പണ്ടത്തെ ആലിമീങ്ങളൊക്കെ പഠിപ്പിച്ച മനോഹരമായ സംഭവമാണ്. വാപ്പനെ കണ്ട എഴുന്നേൽക്കണം, ഉമ്മാനെ കണ്ട എഴുന്നേൽക്കണം. ഉമ്മല്ലേ അത് സ്വർഗാണ്. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞ വർത്താനാണ്. അള്ളാഹ് പറഞ്ഞ വർത്താനാണ്. റസൂല് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വഹീന്റെ വെളിച്ചാണ്. അള്ളാഹ് പറഞ്ഞതാണത്. ഉമ്മയും വാപ്പയും സ്വർഗം. ഇന്ന് മുതലൊന്ന് തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന്. വയസ്സായ വാപ്പക്കും 50, 55 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ, 60 അവർക്ക് തോന്നിയാൽ അതിലും വലിയ സന്തോഷം അവർക്ക് വേറെ ഉണ്ടാകൂല. അതുകൊണ്ട് ഇന്നൊന്നും പ്രാക്ടീസ് ചെയ്യും. വാപ്പനൊക്കെ കണ്ടവന്ന് എഴുന്നേറ്റിക്കുക, ഒന്ന് റെസ്പെക്ട് ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു മുത്തം കൊടുക്കുക. അതൊക്കെ ഏറ്റവും മനുഷ്യന്റെ കൽബിൽ, പിന്നെ വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സമാധാനത്തിന്റെ ഏറ്റവും വലിയ മാർഗമാണത്. ഉമ്മയൊക്കെ ഒരു ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പുറത്തു പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഉമ്മ വീട്ടിൽ വരുമ്പോ മക്കളെ ഇങ്ങനെ അവിടെ കുത്തിരിക്കുക. മോനെ വിളിച്ചാൽ മോനെ എഴുന്നേൽക്കൂല. ആ ചോറ് എളുമ്പി വെച്ചാൽ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ 4 മണിക്ക് മോനെ തീൻമേശയിലേക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ ആവരുത്. ഇന്നു മുതൽ ഒന്ന് ഉത്തരം ചെയ്യും. അവരെ കാണുമെന്ന് ചാടി എഴുന്നേൽക്കുക, ഫോൺ അവിടെ വെക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു മുത്തം മതി, ഒന്ന് കൈ പിടിച്ചൊരു ഉമ്മ വെക്കൽ മതി. അത് മതി നമ്മുടെ പ്രായമുള്ള ഉപ്പാക്കും ഉമ്മാക്കും. അവരെ കുടുംബ ജീവിതം, അവരെ ആ ജീവിതമൊക്കെ മനോഹരാകാൻ അതെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വയസ്സായി ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കാനുണ്ടാകൂല. മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്നത് ചേർത്ത് പിടിക്കലാണ്. നമ്മുടെ വാപ്പയും ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മളെയാണ്. മറ്റാര് മുഴുവനും കൂടേണ്ട ഒരു കാര്യമില്ല. ഞാൻ പെറ്റുപോറ്റി വളർത്തിയ മോൻ എന്നെ പരിഗണിക്കുന്നുണ്ടോ?
ഞാൻ ചെറുപ്രായത്തിൽ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ ജീവിതം സ്വപ്നം മുഴുവൻ എന്റെ മോനിക്ക് വേണ്ടിയാണ്. ആ മോൻ എന്നെ പരിഗണിക്കുന്നുണ്ടോ? അതാ നോക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്നു മുതൽ അവരല്ലാതെ ആരാണ്? അവരൊക്കെ മരണപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലേ? എത്ര വേദനയാണ്. ഒരു ഉമ്മാന്റെയൊക്കെ ഓർമ്മകൾ പള്ളിക്കാട്ടിൽ കുഴിച്ചു മൂടി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ മനോഹാരിത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുവരെ വിലല്ല. ഉമ്മാനെ ഖബറടക്കിയതിന്റെ ശേഷമാണ് അത്രക്ക് സ്നേഹം വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? രാത്രി 12 മണിക്ക് ഫോണിലേക്ക് ഉമ്മ അങ്ങനെ വിളിക്കുകയാണ്. എന്തേ മോ വന്നിട്ടില്ലല്ലോ, ഉറക്കം വരുന്നില്ല. മോ വന്നിട്ടില്ല, ഉറക്കം വരുന്നില്ല. വീട്ടിൽ വന്നിട്ട് ആദ്യം ഡോർ തുറന്നിരുന്നത് നമ്മുടെ ഉമ്മയാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എല്ലാരും മക്കൾ ഓടി വന്നിട്ട്, ഉപ്പ നിങ്ങൾ മിഠായി കൊണ്ടുവന്നോ, നിങ്ങൾ ബാഗ് മേടിച്ചോ, നിങ്ങൾ പെന്നെ വാങ്ങിയോ, നിങ്ങൾ മറ്റേത് മേടിച്ചോ, നിങ്ങൾ ലൈസ് വാങ്ങിയോ? ഭാര്യ വന്നിട്ട് നിങ്ങളോട് പണ്ടേ പഞ്ചസാര വാങ്ങാം, പഞ്ചസാര തീർന്നിട്ട് 4 മാസമായി, നിങ്ങൾ ഇതുവരെ പഞ്ചസാര വാങ്ങിയില്ലല്ലോ. ആ സമയത്ത് ഉമ്മ വീട്ടുന്നുണ്ടെങ്കിൽ ഉമ്മ കൈപിടിച്ച്, ക്ഷീണമായിട്ടുണ്ടല്ലോ, മുഖമൊക്കെ വാടിയിട്ടുണ്ടല്ലോ, നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ, മോനെ വാ എന്ന് പറഞ്ഞ് അടുക്കളയിൽ കൊണ്ടുപോയി നമുക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മയാണ്. ആ മാതാവിന് നമ്മളല്ലാതെ ആരാണ് സമാധാനം കൊടുക്കാനുള്ളത്? അതൊക്കെ തിരിച്ചറിയണം നമ്മൾ. വീട്ടുകാർക്ക് മുഴുവനും സമാധാനം കൊടുത്ത് വീട്ടുകാർക്ക് സമാധാനം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ചെറുപ്പക്കാര് കുട്ടികളൊക്കെ ഇന്ന് പ്രതിജ്ഞ എടുക്കാം. സ്വർഗം കിട്ടാനുള്ള മാർഗമാണ് ഈ പറഞ്ഞു തരുന്നത്. അവര് മാക്സിമം എത്രയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അത്രയൊക്കെ സമാധാനം പാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുക. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഉമ്മ വീട്ടിലൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം, സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി വീട്ടില് മക്കള് മുഴുവൻ ചിക്കൻ അടിച്ചു പോയി. അവസാനം 3 മണിക്ക് ഉമ്മ ഭക്ഷണം കഴിക്കുന്ന ഒന്ന് പോയി നോക്കിയാൽ മതി, ചാറ് മാത്രമേ ഉണ്ടാവും. ഉമ്മ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. വീട്ടിലൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയ മക്കള് ഇളയ മോനെ 4 എണ്ണം കൊണ്ടേ അപ്പറേക്ക് ഉമ്മ അടുത്ത പൊരിച്ച ലാസ്റ്റ് പൊരിച്ചതും മൂത്തോനെടുത്ത് ഉമ്മാക്കുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അവസാനം ഉമ്മ ഒരാളോടും എനിക്കില്ലല്ലോ, എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമ്മളൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്, കഷ്ടം വലിപ്പം കുറഞ്ഞു പോയി, ഓനക്ക് വലിയ കഷ്ണ കൊടുത്ത് എനിക്ക് ചെറുതായി കിട്ടി, എനിക്ക് 2 എണ്ണം കിട്ടി, ഓനക്ക് 3 എണ്ണം കിട്ടിയെന്ന്. ഒന്നും കിട്ടാതെ ഉമ്മ ഭക്ഷണം കഴിച്ചത് പല ദിവസവും നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഞാൻ അടുത്തതിലേക്ക് പോവാണ്. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വർഗം ഉമ്മയുപ്പയാണ്. അവർക്ക് സമാധാനം നൽകണം. അവർക്ക് ഇടങ്ങേറുണ്ടാക്കുന്നതൊന്നും ചെയ്യരുത്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ ബിസിനസ് തകർന്നു പോ. യാ റസൂലല്ലാഹ്, എന്തേ പറ്റിയത് നബിയേ? ഞാൻ മദീനയിലെ ബിസിനസ്സുകാരനായിരുന്നു, ഷാമിലേക്ക് ഞാൻ ബിസിനസ് ചെയ്തു. മദീനയിലെ കച്ചവടം പൊട്ടിയപ്പോഴാണ് ഞാൻ ഷാമിലേക്ക് പോയത് നബിയേ. മദീനയിലെ കച്ചവടം പൊട്ടി, ഞാൻ അവിടെ നിന്ന് ഷാമിലേക്ക് പോയി. ആ ബിസിനസ്സും തകർന്നു പോയി നബിയേ. മദീനത്തെ കച്ചവടം പോയി, ഷാമിലേതും പോയി. ഞാൻ എന്ത് ചെയ്യും? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ ചോദിച്ചു, മോനെ, നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടോ? ഉണ്ട് നബിയേ, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും സുബ്ഹ് നമസ്കരിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട് നബിയെ, എന്റെ ഭാര്യ നിസ്കരിച്ചിട്ടുണ്ട്. പ്രായം തികഞ്ഞ മക്കളില്ലയോ? ഉണ്ട് നബിയെ, അവർ 2 പേരും സുബ്ഹ് നമസ്കാരം നടത്തിയിട്ടുണ്ടോ? യാ റസൂലല്ലാഹ്, 2-ൽ ഒരാള് നിസ്കരിച്ചിട്ടില്ല നബിയേ. 2 മക്കളുണ്ട്, അതിൽ ഒരുത്തനെ നിസ്കരിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ആൾ അവൻ നിസ്കാരം നടത്തിയിട്ടില്ല നബിയേ. 2 ആൺകുട്ടികളിൽ ഒരുത്തനെ നിസ്കരിച്ചിട്ടുള്ളൂ, ഒറ്റ നിസ്കരിച്ചിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ ബറക്കത്ത് നഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്റെ കച്ചവടം പൊളിഞ്ഞു പോയത്. നബിയെ, ബറക്കത്ത് നഷ്ടമാവാൻ കാരണം ഏതാണ്? വിധങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു മകൻ നിസ്കരിച്ചിട്ടില്ല, അതാണ് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മക്കൾ നിസ്കരിച്ചിട്ടില്ല, എടങ്ങേറ് വാപ്പാക്ക്. വീട്ടിൽ ബറക്കത്ത് നഷ്ടമാകും. 3 കാര്യങ്ങൾ. അതിലൊന്ന്, കുടുംബനാഥന്റെ മഈശത്തിനുള്ള, ജീവിക്കാനുള്ള വകുപ്പ് അല്ലാഹു തടയും. ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണം വീട്ടു ഉടമസ്ഥന്റെ ജോലി പോയി, പൈസ നഷ്ടപ്പെട്ടു. ബിസിനസ് കൂടി 10 ലക്ഷം അവിടെ കൊടുത്ത് പോയി. എത്ര പേർക്ക് അനുഭവമുണ്ട്? 50 ലക്ഷം കൊടുത്ത് പോയി. 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു തുമ്പൂല്ല, 1 ഉറുപ്പ്യ ലാഭം കിട്ടിയില്ല, 1 കോടി പോയി. കഷ്ടപ്പെട്ട് 4 കൊല്ലം ജോലി ചെയ്ത് 1 ഉറുപ്പ്യ ബാക്കില്ല. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെട്ട 3 കോലം. 1 സാമ്പത്തിക പ്രതിസന്ധി, 2 റസൂലുള്ളാഹി തങ്ങൾ പറയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടക്കിട പിണക്കം, 3-മത്തത് രോഗങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കോല. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അപ്പൊ വീട്ടിൽ നിന്ന് ബറക്കത്ത് പോവാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പൊങ്ങി പോവല്ല. വീട്ടുനാഥന്റെ ജോലിക്ക് പ്രതിസന്ധി ഉണ്ടാകുക, കച്ചവടം കുറെ തുടങ്ങി, ഒന്നൊന്നും വരുമാനമില്ല, ഇപ്പോഴും ടെൻഷനാണ്. എന്തേ? വീട്ടിൽ നിന്ന് ബറക്കത്ത് പോയി. എന്തേ നബിയെ വീട്ടിൽ നിന്ന് ബറക്കത്ത് പോകാൻ കാരണം? പ്രായപൂർത്തിയായ ഒരു മകനില്ലയോ, അവൻ നിസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ്. നബിയെ കാരണം എന്താണ്? വീട്ടിൽ ഒരുത്തൻ നിസ്കരിച്ചിട്ടില്ല. പൊന്നുമക്കളെ, നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഇടങ്ങേറ് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കുമാണ്. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് വാപ്പനോടും ഉമ്മരോടും സ്നേഹം ഉണ്ടെങ്കിൽ ലഹരിയിലേക്ക് നിങ്ങൾ പോണ്ട. 5 വക്ത് നിസ്കാരം കളാക്കണം. 2 കാര്യം. വേറൊന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. 2 കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം ഖൈറാണ്. 5 വക്ത് നിസ്കാരം കറക്റ്റ്. വാപ്പ കിടന്നുറങ്ങുകയാണെങ്കിൽ മോനെ 5 മണിക്ക് 5:30 മണിക്ക് എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കാം. ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. ജോലിയിൽ പ്രതിസന്ധിയാണ്. എന്തേ കാരണം? വീട്ടിൽ നിന്ന് നിസ്കാരം നടക്കുന്നില്ല. കച്ചവടം പൊളിഞ്ഞു. എന്തേ കാരണം? വീട്ടിൽ നിന്ന് നിസ്കാരം കളയാകുന്നു. വാപ്പാര് ചിന്തിക്കുക, കച്ചവടക്കാര് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ട് ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലെ നിസ്കാരം കറക്റ്റ് നടക്കുന്നുണ്ടോ? പൊന്നുമക്കളെ, നമ്മൾ കാരണം നമ്മുടെ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന വാപ്പാക്ക് പ്രയാസം ഉണ്ടാകരുത്, ഉമ്മാക്ക് പ്രയാസമുണ്ടാകരുത്, വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാവരുത്, വാപ്പായും ഉമ്മായും തമ്മിൽ പിണക്കം വരാൻ കാരണം നബി തങ്ങൾ പറഞ്ഞു വെക്കുന്നത് വീട്ടിൽ നിന്ന് നമസ്കാരം നടക്കാതിരിക്കാനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ കാരണം നമ്മുടെ വാപ്പയും ഉമ്മയും അവർക്കിടയിൽ പ്രതിസന്ധി വരാൻ പാടുള്ളതല്ല.